ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ബെറ്റർ പാർട്ട് വിത്ത് ഡോണ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു, ദൈവം സഹായിച്ച്. ഈ ഒരു 2-3 ആഴ്ചകളൊക്കെ വളരെ ബിസി ആയിട്ടുള്ള ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണമാണ് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റാത്തത്. പക്ഷേ എന്നാലും ഈ ദിവസങ്ങളൊക്കെ ഞാൻ മനസ്സിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാര്യം, എൻ്റെ കുറേ ഫ്രണ്ട്സും എൻ്റെ ജൂനിയേഴ്സും ഒക്കെ എൻ്റെ അടുത്ത് ഈ ദിവസങ്ങളിൽ സംസാരിച്ച ഒരു കാര്യത്തെ പറ്റിയിട്ട് വീഡിയോ ഇടണം എന്നായിരുന്നു ഞാൻ സത്യം പറഞ്ഞ ഈ 2 ആഴ്ചകളൊക്കെ വിചാരിച്ചത്, നടന്നില്ലെങ്കിലും. അപ്പോൾ ഈ ഒരു 1-2 ആഴ്ചക്കാലം ഞാനും പേഴ്സണലായിട്ട് ഈ ഒരു ഞെരുക്കത്തിൻ്റെ ഒരു അവസ്ഥ, ഒരുപാട് ആളുകൾ ഈ ദിവസങ്ങൾ എന്നോട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഞാനും അതിനകത്ത് കൂടെ ഒരു ഞെരുക്കത്തിൻ്റെ ഒരു സീസണിലൂടെ കടന്നുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി മേ ബി ഈ ഒരു ഫുൾ സീസൺ തന്നെ ഞെരുക്കത്തിൻ്റെ ഒരു സീസണാണ്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ആരെങ്കിലും ഒക്കെ ഞെരുക്കത്തിൻ്റെ സീസണുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഇതൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഞെരുക്കത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്വാസത്തിന് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു സങ്കീർത്തനമാണ് 56-ാം സങ്കീർത്തനം. എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമായിരിക്കും, വളരെ ഒരു ചെറിയ സങ്കീർത്തനം, വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സങ്കീർത്തനം. അപ്പോൾ ഇന്ന് നമ്മൾ ഞെരുക്കത്തിൻ്റെ അവസ്ഥകളിലൂടെ എങ്ങനെ നമ്മൾക്ക് 56-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പഠിക്കാം, അതെങ്ങനെ നമ്മൾക്ക് പ്രാർത്ഥിക്കാം, അതിനെ നമ്മൾക്ക് എങ്ങനെ എല്ലാ ദിവസവും വായിച്ച് ഞെരുക്കത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴത് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് തീർക്കാം എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 56-ാം സങ്കീർത്തനം ചെറിയ സങ്കീർത്തനം, ഇതിനകത്ത് 13 വചനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാമല്ലോ. ഏത് സങ്കീർത്തനം തുടങ്ങുമ്പോഴും അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് ഫെലിസ്തീർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ചമച്ചത്. നമുക്കറിയാമല്ലോ, ഓബിയസ്ലി ഇത് ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനമാണ്. ഫിലിസ്തീർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ എഴുതിയ ഒരു സങ്കീർത്തനം. ഈ ഫിലിസ്തീറിന് നമ്മൾക്ക് ഹിസ്റ്ററി, ഇസ്രായേൽ മക്കളുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഫിലിസ്തീയ ജനം എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരുമായി ശത്രുതയുള്ള ഒരു ജനമാണ്. അവിടെ വെച്ചിട്ട് ദാവീദിനെ പിടിക്കുന്നത്, അതായത് ദാവീദിനെ ശത്രുപക്ഷമായ ഫിലിസ്തീർ പിടിച്ച സമയത്ത് ദാവീദ് എഴുതുന്ന ഒരു സങ്കീർത്തനമാണ് ഈ ഒരു സങ്കീർത്തനം. ഇത് നമ്മൾ 1 ശമൂവേൽ 21:12-13 വായിക്കുമ്പോൾ നമുക്കിത് ഒന്നും കൂടെ കാര്യമായിട്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാവാനായിട്ട് നമുക്ക് 1 സാമുവേൽ chapter 21 verses 12-13. ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഗത്ത് രാജാവായ ആഖീശിനെ ഏറ്റവും ഭയപ്പെട്ടു. അവരുടെ മുൻപാകെ തന്റെ പ്രകൃതി മാറ്റി അവരുടെ കൈകളിലിരിക്കെ ബുദ്ധിഭ്രമം നടിച്ച് വാതിലിന്റെ കതകുകളിൽ വരച്ച് താടിമേൽ തുപ്പൽ ഒലിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യമായി ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ അല്ല നമ്മൾ പലരും കടന്നു പോകുന്നതെങ്കിലും ഏകദേശം ഏതാണ്ട് ഈ ഒരു അവസ്ഥകളിലൂടെ ഒക്കെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ പറയുവാണെങ്കിൽ, ദാവീദ് സൗൾ രാജാവിൽ നിന്ന് ഭയപ്പെട്ട് ഒളിക്കാനായിട്ടൊരു ഇടം കണ്ടുപിടിക്കുമ്പം ദാവീദ് രാജാവിന് മനസ്സിലാക്കുന്നു ഇസ്രായേലിലെ എവിടെ പോയി ഒളിച്ചായാലും പിന്നെ രാജാവ് കണ്ടുപിടിക്കും, സൗൾ കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപരമായിട്ട് ദാവീദ് കണ്ടുപിടിച്ച ഒരു ഐഡിയയാണ് ശത്രു രാജ്യമായ ഫിലിസ്തീയ ദേശത്ത് പോയിട്ട് ഒളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടേക്ക് സൗൾ എന്തായാലും വരില്ല. കാര്യം ശത്രുരാജ്യങ്ങൾ തമ്മിൽ ശത്രുതയും ജനതകൾ തമ്മിൽ ശത്രുതയുണ്ട്. അങ്ങനെ ഫിലിസ്തീയ ദേശത്തിൽ പോയി അവിടെ ഒരു ഒളി സങ്കേതം കണ്ട് അവിടെ താമസിക്കാമെന്ന് കരുതുമ്പോൾ ദാവീദ് വളരെ പ്രഗത്ഭനായ ഒരു രാജാവായിരുന്നതുകൊണ്ടും അനേക ആളുകൾക്ക് അറിയാവുന്ന ഒരാളായിരുന്നതുകൊണ്ടും അവിടെ ചെന്നിട്ടും അവിടുത്തെ ആളുകൾ ദാവീദ് രാജാവിനെ തിരിച്ചറിയാൻ തുടങ്ങി. ഇത് ഇവൻ അല്ലയോ, ഇത് നമ്മൾ 21-ാം സാമുവേൽ 21st ചാപ്റ്ററിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവിടെയും പിന്നെ ദാവീദിന് ഒരു രക്ഷയില്ലാത്തതുപോലെ ഒരു സൈഡിലെ ഫിലിസ്തീയ ജനവും ഒരു സൈഡിലെ സൗൾ രാജാവും സൗളിൻ്റെ ആളുകളും. അങ്ങനെ നമ്മൾ പിന്നെ ബൈബിളിൽ പറയുന്നത് പോലെ ചെങ്കടലിൻ്റെയും മിസ്രൈമിയരുടെയും നടുക്ക് ഒരവസ്ഥയിലാണ് ആ ഒരു ഞെരുക്കം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു ബ്രീതിങ് സ്പേസ് ഇല്ലാണ്ട് നമ്മളെ വളരെയധികം ഞെരുക്കിക്കളയുന്ന അവസ്ഥകൾ, പല രീതിയിലുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ ദാവീദ് അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അത് ഞാനിപ്പോൾ വായിച്ച വചനത്തിലുള്ളത്, ആ രാജാവിനെ ഏറ്റവും ഭയപ്പെട്ടിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെയാണ് ഫിലിസ്തീയ ദേശത്താണ്. പെട്ടെന്ന് ഒരു ഭ്രാന്തനെ പോലെ ദാവീദ് പ്രവർത്തിക്കുവാനായിട്ടും പെരുമാറാനായിട്ടും ഒക്കെ തുടങ്ങി. അപ്പോഴത്തേക്ക് രാജാവ് പിന്നെ അതിനെ അധികം മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഇവിടെ നമ്മൾ പലരും ഫിയർ ക്യാൻ ചേഞ്ച് ദ വേ വി ആർ ആൻഡ് വേ വി വർക്ക്.
നമ്മളിലോട്ട് ഭയം വരുമ്പോഴത്തേക്ക് നമ്മളുടെ പെരുമാറ്റങ്ങളെ മാറ്റാനും നമ്മൾ സാധാരണയുള്ള നമ്മുടെ വിശ്വാസത്തെയൊക്കെ മാറ്റി ഭയം നമ്മുടെ മണ്ടയിലോട്ട് ഭരണം തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലത്തെയുള്ള ചില ഞെരുക്കത്തിൻ്റെ നമ്മളുടെ സ്വഭാവം മാറുന്ന ഒരു അവസ്ഥ, നമ്മൾ ആങ്സൈറ്റിയിലേക്ക് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന കുറച്ച് അവസ്ഥകളിലൂടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ദാവീദ് രാജാവ് ഈ ഒരു സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ വളരെ ഈ സങ്കീർത്തനം തന്നെ എടുത്ത് പറയാനുള്ളൊരു കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും ജൂനിയേഴ്സും ഞാൻ ഈ ദിവസങ്ങളിൽ സംസാരിച്ചവർ ഒക്കെ അവരുടെ വർക്ക് പ്ലേസിൽ ഒരുപാട് ഞെരുക്കങ്ങൾ പിന്നെ അനുഭവിക്കുന്നവരുണ്ട്. എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ, എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ളവർ, ഞാൻ തന്നെ ഒരു വർക്ക് പ്ലേസിൽ കുറച്ചൊരു അത് നമ്മളുടെ അതോറിറ്റിയിലുള്ള ആൾക്കാരാവും, നമ്മളെക്കാളും പവറുള്ള ആൾക്കാരാവും, നമ്മുടെ കൊളീഗ്സ് ആവാം, ചില സമയങ്ങളിൽ വർക്ക് ആയിരിക്കണം എന്നില്ല, നമ്മളുടെ തന്നെ വളരെ ബന്ധത്തിലുള്ള ആൾക്കാർ, ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, സ്ട്രേഞ്ചേഴ്സ്, പല രീതിയിലും ആളുകൾ നമ്മളെ ഞെരുക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേക ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ടുകൂടെ തന്നെയാണ് ഈ ഒരു പ്രാവശ്യം ഈ ഒരാഴ്ച 56 സങ്കീർത്തനത്തെ പറ്റി സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം നമുക്ക് സങ്കീർത്തനത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലായി. ദാവീദ് രാജാവ് വളരെ ഭയത്തോടെ ഒളിച്ചിരിക്കുന്ന സമയത്ത് രണ്ടിൻ്റെയും, നമ്മൾ ചെറുത്താൻ്റെയും കടലിൻ്റെയും ഒക്കെ നടുക്ക് ഞെരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ആ സങ്കീർത്തനം ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. എന്താണ് പിന്നെ ആളുകൾ നമ്മളോട് ചെയ്യുന്നത്, എന്താണ് ഈ ഞെരുക്കത്തിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളതാണ് ഇത് തുടക്കത്തിൽ. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു, അവർ ഇടപെടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു, എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു, ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിഴുങ്ങുവാൻ പോകുന്നു, അല്ലെങ്കിൽ പൊരുതുന്നു, ഇടപെടാതെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. ഈ ഒരു ഡിക്ഷൻ, അതായത് ചോയ്സ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് വളരെ അറ്റാക്കിൻ്റെ ഒരു, ആളുകൾ ഭയങ്കരമായിട്ട് പൊരുതുന്നുണ്ട്. അത് വെർബലായിട്ടുള്ള ഒരു ഫൈറ്റ് ആവാം, നമുക്ക് പല സമയങ്ങളിലും ഫിസിക്കലായിട്ടുള്ള നമ്മളുടെ പ്രശ്നത്തെക്കാളും കൂടുതൽ നമ്മൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് വെർബലി നമ്മൾക്ക്. എന്നോട് സംസാരിച്ച എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് പോലെ അവർക്ക് സ്ഥിരം അറിയാവുന്ന ഒരു ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരുപാട് മിസ്റ്റേക്സ് വരുന്നു, പക്ഷെ ഒട്ടും കൈൻഡ് അല്ലാത്ത രീതിയിൽ, ഒട്ടും മനസ്സിലാക്കാത്ത രീതിയിൽ ബാക്കി കൊളീഗ്സൊക്കെ അവിടുത്തെ പെരുമാറുന്നു, അല്ലെങ്കിൽ അവരുടെ ബോസസ്, അവരുടെ സുപ്പീരിയർ പവറിലിരിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് പൊരുതുന്നത് പോലെ, അതായത് വളരെ ഡെലിബറേറ്റായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് പോലെ. നമ്മളുടെ സൈഡിൽ ആരുമില്ല, ബട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരു യുദ്ധത്തിൻ്റെ ഒരു ചോയ്സ് ഓഫ് വേർഡ്സ് ആണ് നമ്മൾ പൊതുവെ കാണുന്നത്. ഗർവത്തോടെ അവർ എന്നോട് പൊരുന്നവർ അനേകരല്ലോ. നമ്മളുടെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മളെ ഔട്ട് നമ്പർ ചെയ്യുന്ന ആളുകൾ, അതായത് നമ്മൾ ഒരാളും അവരൊരു ടീം പോലെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയുള്ള ഒരു അവസ്ഥകളൊക്കെ അനേകം പേര് ചിലപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നുന്നുണ്ടാവും. വർക്ക് പ്ലേസ് ആയിരിക്കില്ല, ചില ആളുകൾക്ക് അത് സ്വന്തം വീട് തന്നെ ആയിരിക്കും, ചില ആളുകൾക്ക് നെയ്ബേഴ്സ് ആയിരിക്കും, ചില ആളുകൾക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. അങ്ങനെ പല ഞെരുക്കത്തിൻ്റെ അവസ്ഥകളിലൂടെ പിന്നെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അത് ഫിലിസ്തീയ ദേശവും സൗളിൻ്റെ ആർമിയും ഇതൊക്കെയാണ്. അപ്പം ഈ ഒരു ഒരു കോൺസ്റ്റൻ്റ് ഒരു പ്രഷർ, നമുക്ക് പവർ ഇല്ലാത്തതുപോലെ തോന്നുന്നു. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമ്മൾ എങ്ങനെയൊക്കെ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ നോക്കിയിട്ടും ക്ഷമിച്ച് നിന്നിട്ടും ഒക്കെ പിന്നെയും ഞെരുക്കുന്ന അവസ്ഥകളാണ് ആദ്യത്തെ ഒരു 4 വചനങ്ങൾ പറയുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഫിയർ becomes an outcome of fear comes as a result of this very troubling circumstance. നമ്മൾ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് 100% ഫിയർ ആണ്, പേടി. അവർ നമ്മളെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോട് തിരിച്ച് റിപ്ലൈ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒളിച്ചോടുന്ന കുറച്ച് അവസ്ഥകൾ, അവരെ ഫേസ് ചെയ്യാത്ത കുറച്ച് അവസ്ഥകൾ, അതേ സെയിം ഒരവസ്ഥയിലൂടെയാണ് ദാവീദും കടന്നു പോകുന്നത്. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ക് ആൻഡ് ഫോർത്തായിട്ട് ദാവീദ് ദാവീദിന് തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഭയം തോന്നുന്നു, അപ്പം ചെറുതായിട്ട് വിശ്വാസത്തിന് വചനങ്ങളൊക്കെ പറയുന്നു, പിന്നെയും ഭയം തോന്നുന്നു, കാര്യം പിന്നെയും ഒന്ന് കഴിയുമ്പോൾ അടുത്ത ഞെരുക്കുന്ന അവസ്ഥ. അങ്ങനെ കണ്ടിന്യൂസ് ഞെരുക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു നമുക്ക് പറയുവാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അതിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മൾ കുറേ പ്രാർത്ഥിക്കുന്നു, കുറേ ഉപവസിക്കുന്നു, കുറേ നന്നായി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് നോക്കുന്നു, എന്നിട്ടും പിന്നെയും ഞെരുക്കത്തിൻ്റെ അവസ്ഥകൾ വരുന്ന ഒരു സമയത്ത് നമ്മളും ദാവീദിനെ പോലെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ഒരു ദിവസം വളരെ വിശ്വാസത്തിന് വചനങ്ങൾ പറയുന്നു, പിറ്റേ ദിവസം കാര്യങ്ങളെല്ലാം വീണ്ടും കുളമാകുമ്പോൾ പിന്നെയും ഭയത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക്, ഒളിച്ചോടലിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അങ്ങനെയൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പല സമയങ്ങളിലും നമ്മൾക്ക് മനസ്സിൽ നമ്മളൊക്കെ മനുഷ്യരായത് കാരണം ഒരു ഹ്യൂമൻ ഏർജ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നീതി കേട്ടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ, ദൈവമേ നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ. ചെറുതായിട്ടൊരു റിവെഞ്ച് മെൻറ്റാലിറ്റി
മെൻറ്റാലിറ്റി ഒക്കെ നമ്മുടെ മനസ്സിൽ വരാനായിട്ട്. നമ്മൾ ഒരു നീതികേടിനാൽ അവർ ഒഴിഞ്ഞു പോകും. അതായത് നമ്മൾ ഒന്നെങ്കിൽ നീതികേട് കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നമ്മളുടെ കയ്യിലേക്ക് എടുത്തിട്ട് മാറ്റേഴ്സ് എടുത്തിട്ട് നമ്മൾ തിരിച്ചൊരു റിവെഞ്ച് ചെയ്യുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ തിരിച്ചു പോയി വഴക്കുണ്ടാക്കുന്നതോ സംസാരിക്കുന്നതോ ഇങ്ങനത്തെയൊക്കെ ചില ചിന്തകളും നമ്മുടെ മനസ്സിൽ ഈ ഒരു ഇടഭാഗം മുഴുവൻ എനിക്ക് തോന്നുന്നു ഒരു 5ാമത്തെ വാക്യം തൊട്ട് അങ്ങോട്ട് ഒരു 10ാമത്തെ വാക്യം വരെ ഇങ്ങനത്തെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ആണ്. വളരെ വിശ്വാസത്തിൻ്റെ വാക്കുകളും ഉണ്ട്, എന്നാൽ കുറച്ചൊക്കെ നമ്മൾ മാനസികമായി തോന്നിപ്പോകുന്ന കുറച്ച് വാക്കുകളും അതിനകത്തുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഇൻജസ്റ്റിസ് ആയിട്ടും ചെയ്താൽ, നമ്മൾ പ്രതികാരം ചെയ്യുന്നാൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ചാൽ, നമ്മൾ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്താൽ, നമ്മൾ കുറ്റപ്പെടുത്തിയാലൊക്കെ ഇങ്ങനെ നീതികേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ. പക്ഷെ ഉടനെ തന്നെ ദാവീദിന് മനസ്സിലാവുന്നു ദാവീദിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ദാവീദ് പറയുന്നു, നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിട്ടണമേ. പെട്ടെന്ന് ദൈവത്തിലേക്കുള്ള ഒരു ഡിപ്പെൻഡൻസ് അവിടെ കാണുന്നു. പല സമയങ്ങളിലും നമ്മളും നമ്മളുടെ സ്വന്തം ബുദ്ധി അനുസരിച്ച് നമ്മുടെ സർക്കംസ്റ്റാൻസസിനെയൊക്കെ കുറച്ച് ഡീൽ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കും. പല സമയങ്ങളിലും നമ്മൾ തിരിച്ചൊരു അങ്ങനെ ചെയ്യണമല്ല, അവർക്ക് അങ്ങനെ പണി കൊടുക്കണം, ഇങ്ങനെ അങ്ങനത്തെയൊക്കെ ഉള്ള ചില ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ പിന്നെ ദൈവം അവിടെ പ്രവർത്തിക്കാണ്ടാവും. ദൈവത്തിനൊരു റീസൺ ഉണ്ടല്ലോ നമ്മളെ ഈ ഒരു ട്രബിളിങ് സർക്കംസ്റ്റൻസിലൂടെ കടത്തിവിടുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാര്യം ദൈവം വലിയൊരു സാക്ഷ്യത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുവാണ്. നമ്മൾ വലിയ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ ആലോചിച്ചോണം, ഒന്ന് അതിൻ്റെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഞെരുക്കങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴേ ആലോചിച്ചോണം എന്തോ ഒരു വലിയ ദൈവപ്രവൃത്തി അതിന് ശേഷം നടക്കുവാനുണ്ട്. അത് കാരണമാണ് വളരെ ബുദ്ധിമുട്ടുകളിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഞാൻ എന്നോട് സംസാരിച്ച 2-3 ഫ്രണ്ട്സിൻ്റെ അടുത്ത് സെയിം കാര്യം തന്നെ പറയാൻ വളരെ എളുപ്പമാണ്, നിൽക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. പക്ഷേ നമ്മൾ മാറ്റേഴ്സ് നമ്മുടെ കയ്യിൽ എടുക്കാതെ ജസ്റ്റ് സ്തോത്രയാകത്തോടെ, അതാണ് ഇതിൻ്റെ എൻഡിലോട്ട് വരുന്നത്, കണ്ടിന്യൂ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വെളിപ്പെടാൻ പോകുന്ന ഒരു ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇങ്ങനെ ഈ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് അവസ്ഥകളിലൂടെ ദാവീദ് കടന്നു പോകുമ്പോൾ ദാവീദ് പെട്ടെന്ന് ഓർത്തിട്ട് പറയാണ്, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിൻ്റെ പുസ്തകത്തിലില്ലേ. പെട്ടെന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ ദാവീദിന് വരുവാണ്. ഇതൊരു വളരെ നമ്മൾക്ക് നോർമലായിട്ട് നമ്മുടെ എവറിഡേ സർക്കംസ്റ്റാൻസസ് സിറ്റുവേഷൻ ചിന്തിച്ചാൽ നമ്മളും ദൈവമായിട്ടുള്ള ഇങ്ങനെ കുറച്ചൊരു അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ, പിന്നെ പെട്ടെന്ന് വിശ്വാസത്തിൻ്റെ ഒരു വചനമൊക്കെ വരുന്നു. അപ്പോൾ പറയുന്നു, നമ്മളുടെ ഈ ഉഴൽച്ചകളെയൊക്കെ എണ്ണുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ദൈവത്തിനറിയാം ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ വളരെ ഞെരുക്കി കളഞ്ഞ സർക്കംസ്റ്റാൻസസ് ഉണ്ട്, നമ്മൾ കരഞ്ഞു പോയ സർക്കംസ്റ്റാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടി ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്ത രീതിയിൽ നമ്മൾ ഒറ്റയ്ക്കായി എന്ന് തോന്നുന്ന ഞെരുക്കത്തിൻ്റെ അവസ്ഥകളൊക്കെ ഉണ്ട്. എന്നിട്ടും ദാവീദിന് ഒരു കാര്യം ഉറപ്പാണ്, ദൈവം എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ ഈ ഞെരുക്കങ്ങൾ ഞാൻ വളരെ സ്ക്വാമായിട്ട് പിന്നെ പോയിക്കൊണ്ടിരുന്ന സർക്കംസ്റ്റൻസസ് ഒക്കെ ദൈവം എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ. കരഞ്ഞ കുറേ നിമിഷങ്ങൾ, അല്ലെങ്കിൽ സ്വന്തമായി ആരും ഹെൽപ്പ് ചെയ്യാൻ ചില സിറ്റുവേഷനുകളിൽ, പ്രത്യേകിച്ച് വർക്ക് പ്ലേസ് പോലത്തെ സിറ്റുവേഷനിലൊക്കെ വരുന്ന സമയത്ത് വേറെ ആരും അതിനകത്ത് ഹെൽപ്പ് ചെയ്യാനില്ല, നമ്മളതിനകത്ത് കൂടെ കടന്നു പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കരഞ്ഞ കണ്ണുനീരൊക്കെ ദൈവം തുരുത്തിയിലാക്കി വെക്കുന്നു. നിൻ്റെ പുസ്തകത്തിലില്ലയോ? ഈ ഒരു ഉറപ്പിൻ്റെ ഒരു വചനത്തിലേക്ക്, പെട്ടെന്ന് ഒരു ഉറപ്പിൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് ദാവീദ് കടന്നു വന്നിട്ട്, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലം എന്ന് ഞാൻ അറിയുന്നു, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴ്ത്തും, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. പെട്ടെന്നുള്ള ഒരു ഡൗട്ടിൽ നിന്നും ഫിയറിൽ നിന്നും ഒക്കെ ഉള്ളൊരു ഫെയ്ത്തിലേക്കുള്ള പെട്ടെന്നുള്ളൊരു ജേണിയാണ് 56 സങ്കീർത്തനം കഴിയുമ്പോൾ തീരുന്നിടത്തോട് നമ്മൾ കാണുന്നത്. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും, ദൈവം അനുകൂലമെങ്കിൽ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. അപ്പം പല സമയങ്ങളിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു വർക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എടുത്ത് നോക്കിയാൽ നമ്മൾക്ക് 100% ഉറപ്പാണ്, ദൈവമാണ് നമ്മളവിടെ ആക്കിയിരിക്കുന്നത്, ദൈവമാണ് എനിക്ക് ജോലി തന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾക്ക് ഉറപ്പുള്ള ഒരു സമയത്ത് നമ്മൾക്ക് മനസ്സിലാവേണ്ട കാര്യം, വേറെ ആര് ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വഴി അടയ്ക്കുവാൻ നോക്കിയാലും അത് സാധ്യമല്ല. അവർക്ക് ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ ഇട്ട് തരാനായിട്ട്, ഞെരുക്കുന്ന അവസ്ഥകളിലൂടെയൊക്കെ നമ്മളെ കടത്തിവിടുവാനായിട്ട് സാധിക്കുമെങ്കിലും ആർക്കും ആ വഴി അടച്ചു കളയുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദാവീദ് ഇവിടെ വളരെ വിശ്വാസത്തിൻ്റെ വചനങ്ങളാണ് ലാസ്റ്റിലേക്ക് പറയുന്നത്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു ഡൗട്ട് ആൻഡ് ഫിയർ ടു എ ഫെയ്ത്ത്, ഒരു ജേണിയാണ് 56 സങ്കീർത്തനത്തിൻ്റെ അവസാനമായിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റിൽ, ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടത്, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചല്ലോ. അതിന് തൊട്ട് മുന്നേ ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം 2 സ്തോത്രവും 2 ഹല്ലേലൂയയും കൂടുതൽ പറയുക. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് സാത്താന് അല്ലെങ്കിൽ നമ്മളെ ഞെരുക്കുന്ന ഒരു നെഗറ്റീവ് ഒരു എനർജിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത്, ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൂടുതൽ സ്തോത്രയാഗങ്ങൾ കർത്താവിന് കൊടുക്കുക. കാര്യം കൂടുതൽ ഞെരുക്കങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും കംപ്ലൈൻറ്റ് പറയാതെ എനിക്ക് പ്രാർത്ഥനയിൽ ഇത്രയും നടത്തിയതിന് നന്ദി എന്നുള്ള രീതിയിൽ 2 സ്തോത്രവും 2 ഹല്ലേലൂയയും കൂടുതൽ പറയുന്ന സമയത്ത് അതൊരു ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു
കാര്യമായിരിക്കും പിന്നെ സാത്താനെ സംബന്ധിച്ചിടത്തോളം. കാര്യം നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഒരു ഹയസ്റ്റ് ഫോം ഓഫ് പ്രൊക്ലമേഷനാണ്. നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ നമ്മൾ ആ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നത്. നമ്മൾ കണ്ടിട്ടില്ല അതിൻ്റെ വിശ്വാസത്തിൻ്റെ ആ ഫൈനൽ ഒരു റിസൾട്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടത്. കാര്യം വലിയൊരു റിവാർഡ് അതിൻ്റെ എൻഡിലുണ്ട്. നമ്മളത് കണ്ടിട്ടില്ലെങ്കിൽ പോലും അത് കാണുവാൻ നമ്മളുടെ കണ്ണുകളെ തുറക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞെരുക്കത്തിൽ കടന്നു പോകുമ്പോൾ കൂടുതൽ സ്തോത്രയാഗങ്ങൾ മാത്രം അർപ്പിക്കുവാൻ, കംപ്ലയിൻസിനേക്കാളും കൂടുതൽ. കാര്യം ദൈവം എന്തായാലും നമ്മളെ വിടുവിക്കും, അത് 100% ഉറപ്പാണ്. അപ്പോൾ പിന്നെ നേരത്തെ സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് തുടങ്ങിക്കൊള്ളുക. അതുപോലെ തന്നെ നമ്മൾക്ക് പ്രതികാരങ്ങളൊക്കെ ചെയ്യണം നമുക്ക് തോന്നും. നമ്മളുടെ കയ്യിൽ നമ്മളുടെ ബുദ്ധി യുക്തിയും ഒക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാനൊക്കെ നമുക്ക് തോന്നുമെങ്കിലും എപ്പോഴും ഓർത്തുകൊള്ളുക, പിന്നെ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. പല സമയങ്ങളിലും നമ്മൾ കുറച്ചും കൂടെ മിണ്ടാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാര്യം ചിലപ്പോൾ നമ്മളുടെ പ്ലാൻ അവിടെ വർക്ക് ചെയ്യില്ല, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഡെലിവറൻസ് ഈസ് ഗോയിങ് ടു ബി ദി അൾട്ടിമേറ്റ് ഡെലിവറൻസ്. അപ്പം ഞെരുക്കത്തിൻ്റെ അവസ്ഥകളിലൂടെ പോകുന്നവർ അത് ഞാൻ വർക്ക് പ്ലേസിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് സംസാരിച്ചെങ്കിലും അത് ഏത് കോണ്ടെക്സ്റ്റും ആകാം, ഏത് ഞെരുക്കത്തിൻ്റെ അവസ്ഥയും ആവാം. അതിലൂടെ കടന്നു പോകുന്നവർ 56 സങ്കീർത്തനം രാവിലെയും വൈകുന്നേരവും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് വായിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ കംപ്ലയിൻസിനേക്കാളും കൂടുതൽ ദൈവം നമ്മളെ ഓൾറെഡി ഡെലിവർ ചെയ്യാൻ പോകുകയാണ്. അപ്പം അതിന് മുന്നേ ദൈവത്തിന് സ്തോത്രയാഗം കൊടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. പൗലോസ് പറയുന്നത് പോലെ കഷ്ടതയിലാകുന്നത് ചില സമയത്ത് നമുക്ക് നല്ലതിനാണ്. കാര്യം നമ്മളുടെ മോൾഡിങ് നടക്കുകയാണ്, നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയും അതിന് അപ്പുറം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തൊരാഴ്ചക്കാലം ഞെരുക്കത്തിന് അവസ്ഥകൾ വരുമ്പോൾ കൂടുതൽ പ്രാർത്ഥനയോടെ കൂടുതൽ വിശ്വാസത്തോടു കൂടി ആയിരിക്കുവാൻ എല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.